ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എഫ് ബിയിലൊക്കെ ഇട്ട പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും അവിടെ ആ വാട്ടർ ഗാർഡനിങ് സിസ്റ്റത്തിൻ്റെ. അപ്പോൾ അതാണ് ഞാനിന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു ഐറ്റം കാണിക്കാനായിട്ട് വന്നു. ഇതാണ് ഞാൻ ആ പോസ്റ്റിലിട്ടിരുന്ന, എൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിരുന്നു. പോസ്റ്റിലിട്ടിരുന്ന ആ ബഡ് റോസ്. ഇത് കരിഞ്ഞുണങ്ങി നാശമായിപ്പോയി. അതിൻ്റെ കൂടെ തന്നെ ഒരു കൃഷ്ണതുളസി ഉണ്ടായിരുന്നു, അത് കരിഞ്ഞ് ചുള്ളിക്കമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലോഗിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ 2 ദിവസത്തേക്ക് ബന്ധുവീട്ടിൽ പോയി നിന്നായിരുന്നു. അപ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാനായിട്ട് വിട്ടുപോയി. അങ്ങനെ ഇവിടെ നല്ല ചൂടാണ്, ഹൈദരാബാദാണ്, നല്ല ചൂടാണ്. അപ്പോൾ 2 ദിവസം വെള്ളം ഒഴിക്കാനിരുന്നപ്പോഴത്തേക്കും ആള് കരിഞ്ഞ് നാശമായിപ്പോയി. നല്ലപോലെ പൂവൊക്കെ പിടിച്ചിട്ട് നിന്നായിരുന്നു. അപ്പോൾ എപ്പോൾ കരിഞ്ഞു പോയപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നി. അപ്പോൾ അതിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രൊവൈഡൊക്കെ ചെയ്തിട്ട് നോഡെപ്സി ഒന്ന് മേടിച്ചിട്ട് ഉണ്ടായിരുന്നു. നോഡെപ്സി മേടിച്ചിട്ട് കുറച്ച് എക്സ്പെരിമെൻറ്റ് ചുമ്മാ ചെയ്ത് നോക്കി പഠിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത്. ഞാൻ ഇടയ്ക്ക് നാട്ടിലൊക്കെ പോയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാവുന്ന ആളെ കാണത്തില്ല. ഇനി ആകെ ഇവിടെ സർവൈവ് ചെയ്യുന്ന ഈ കറ്റാർവാഴ മാത്രമായിരുന്നു. കറ്റാർവാഴ കുഴപ്പമില്ല. അപ്പോൾ ബാക്കി ചെടികളുടെ കാര്യങ്ങളും 2 ചെടിയുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെടിയുടെ കാര്യങ്ങൾ ആലോചിച്ചപ്പോഴാണ് എന്തെങ്കിലും ഇപ്പം അത് സ്വന്തമായിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ചെയ്താൽ കൊള്ളാറും, അത് ഇപ്പോഴത്തെ സിറ്റുവേഷന് വേണം എന്ന് തോന്നി. അങ്ങനെ ആണ് പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. ഗാർഡൻ വാട്ടറിങ് സിസ്റ്റം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത് ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെടിച്ചട്ടിയിലൊക്കെ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ പോലെ ഒരു കുപ്പിയിലൊരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പൈപ്പ് വഴി അവിടെ നമ്മൾ ുണ്ടെങ്കിൽ ഇവിടെ ഈ കൺട്രോൾ സിസ്റ്റം, നമ്മുടെ കൺട്രോൾ സിസ്റ്റം, ഈ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്സ് ആണ് നോഡെപ്സിയു. ഓക്കെ, ഇതൊരു വൈഫൈ കണക്ടിവിറ്റി ഉള്ള മൈക്രോ കൺട്രോളറാണ്. പവർ ഡിസ്ട്രിബ്യൂഷൻ ഒരു 5 വോൾട്ട് റിലേ. ഇനി ഇതിനെല്ലാം പവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1 ആമ്പ് 9 വോൾട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നോഡെപ്സിയുവിനകത്ത് നമ്മളിപ്പോൾ ബ്ലിങ്കിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ വൈഫൈയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ വൈഫൈൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വരുന്ന കമാൻഡ്സിലൂടെ ഈ റിലേ സ്വിച്ച് ഓണും ഓഫും ആക്കുകയും ചെയ്യുന്നു. റിലേ ഓൺ ആവുന്ന സമയത്ത് നമ്മളുടെ വാട്ടർ പമ്പ് വാൽവ് തുറക്കുകയും അവിടെ നിന്ന് വെള്ളം ഇതുവഴി നമ്മുടെ ചെടികളിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് ഈ ബ്ലിങ്കിൻ്റെ മൊബൈൽ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് ഇവിടുത്തെ വൈഫൈയായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളിപ്പം കോൺഫിഗർ ചെയ്യുന്നത് രാവിലെ 8:30, ഉച്ചയ്ക്ക് 1 മണിക്ക്, പിന്നെ വൈകുന്നേരം 5:30ക്കാണ്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സെറ്റിങ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. തൽക്കാലത്തേക്ക് ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാണ്. ആപ്ലിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേക്ക് നമുക്ക് ഇതിൻ്റെ ഡാറ്റ പിൻ കണക്ടിവിറ്റി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കോൺഫിഗറേഷൻ നോക്കിക്കൂടെ. ഇതിപ്പോൾ ഇവിടെ കാണേണ്ട ഈ കൺട്രോളറിൻ്റെ ഏത് പിന്നാണ് എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൺട്രോളറിൻ്റെ GP2 പിന്നാണ് നമ്മൾ റിലേയിൽ കണക്ട് ചെയ്തേക്കുന്നത്. ആ റിലേയിൽ കണക്ട് ചെയ്തേക്കുമ്പോൾ 8:30 മുതൽ 8:30 കഴിഞ്ഞ് 15 സെക്കൻഡ് നേരത്തേക്ക്, അതായത് 15 സെക്കൻഡ് നേരത്തേക്കാണ് ഈ വാൽവ് നമ്മളിത് ഓണാക്കുന്നത്. 15 സെക്കൻഡ് മതി. ആ ചെറിയ ചട്ടി നനയാൻ വേണ്ടിയിട്ട് 15 സെക്കൻഡ് വെള്ളമൊഴിക്കേണ്ട കാര്യമുള്ളൂ. ഇതാണ് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 3 കോൺഫിഗറേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരത്തേക്കുള്ളത്, ഉച്ചക്കത്തേക്കുള്ളത്,
വൈകുന്നേരത്തേക്ക് കൊടുക്കാം. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു അഡീഷണൽ ബട്ടൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് പുഷ് ബട്ടണാണ്. നമ്മൾ ഇത് കോൺഫിഗറേഷൻ കൊടുത്ത് കിട്ടിയാൽ ഇത് ബൈ ഡിഫോൾട്ട് ഇത് സ്വിച്ച് ആയിട്ടിരിക്കുകയാണ്. GP2 ഓണാകും, ഓഫാകും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ടൈമറല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് താഴെ കാണുന്ന സ്വിച്ച് അതിപ്പോൾ കോൺഫിഗർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇപ്പോൾ പോസിലാണ് എന്നതാണ് നമ്മൾ കാണുന്നത്. ആപ്ലിക്കേഷൻ റണ്ണിങ്ങിലാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട്, പ്ലെയർ കൊടുക്കുക. ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആണ്. നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഷെഡ്യൂളറല്ല, സ്വിച്ച് വഴി നിങ്ങളങ്ങനെ കൺട്രോൾ ചെയ്ത് നോക്കാം. നമ്മൾ നോക്കാമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡ് ബൈ സൈഡ് പിടിക്കാം. ഞാനിവിടെ ഓൺ ചെയ്ത് നോക്കുന്നത് ആക്ടിവേഷനായി. നോക്കാമെന്നുണ്ടെങ്കിൽ പൈപ്പിലൂടെ വെള്ളം ഒഴിക്കാനായിട്ട് കാണാം. ഇനി തിരിച്ച് ഞാനിത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടാണ്. IoT ഡിവൈസ് ആണ്. അപ്പോൾ ഇത് ത്രൂ ഇൻ്റർനെറ്റ് നമുക്കിത് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും കൺട്രോൾ ചെയ്യാം. ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം. ബ്ലിങ്ക് പ്രോട്ടോകോൾ നെറ്റിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലിങ്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്ലിങ്ക് പ്രോട്ടോകോൾ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ വളരെ റെസ്പോൺസീവാണ്. റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവർ ദ ഇൻ്റർനെറ്റ് അവിടെ എത്തിക്കഴിഞ്ഞു കണ്ടോ. ഇതുപോലെ നമുക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലെ ചെടി നനക്കി എടുക്കുകയും ചെയ്യാം. നമുക്കിത് അവിടെയാണ് ചെടിയുടെ പാട്ടിനുള്ള വീഡിയോ കാണാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കുറച്ച് എയർ ഉണ്ടായിരുന്നു. എയർ കഴിഞ്ഞ ശേഷം അതാണ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണാം. ആ വാട്ടർ പ്രഷർ കഴിയുന്നതിന് ശേഷം അത് ഓഫായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ പ്രോട്ടോടൈപ്പ് സിസ്റ്റം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഗാർഡൻ സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ ബിൽഡ്, ഇതിൻ്റെ സോഴ്സ് കോഡ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്റ്റെപ്പ്, അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ, സ്കെച്ചും എല്ലാം കൂടെ അടുത്തൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പ്രോജക്ട്സും ബാക്കി ട്യൂട്ടോറിയൽസൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന് താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി.